വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഓരോരോ റെഫറൻസ് എടുത്ത് ഓരോരോ ക്യാരക്ടേഴ്സിനെ നമ്മൾ പരിചയപ്പെട്ട് അല്ലെങ്കിൽ അവരെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഡീപ്ലി അറിഞ്ഞുകൊണ്ട് ഒരു സിനിമ ചെയ്തു വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അന്ന് നടന്ന ആ ഒരു വേദനയുടെ ആ മുറിവിൻ്റെ ആഴം ഇന്നും ഞങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റുന്നു. അത് സിനിമ കണ്ടവർക്ക് അതിൻ്റെ വേദന മനസ്സിലാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ എല്ലാ ഇൻ്റർവ്യൂസിലും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് ഞാൻ പറയുന്നൊരു കാര്യം, ഇതൊരു മൊബൈലിൽ കണ്ട് ഒതുക്കുന്ന ഒരു കാര്യമല്ല. നമുക്കത് ആ ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൻ്റെ അകത്തിരുന്ന് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിച്ചു, എന്ത് മൈന്യൂട്ടായിട്ട് അവിടെ നടന്നൊരു വിഷയം പോലും നമുക്ക് അവിടെ കേൾക്കാൻ പറ്റും. അത് മനസ്സിലേക്ക് ഡയറക്റ്റായിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ഇത് തിയേറ്ററിൽ തന്നെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അത് കിട്ടും എന്ന് തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം. അത് കിട്ടും. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ തിയേറ്ററിൽ നിന്ന് കണ്ടില്ല. അതെ, അതുകൊണ്ട് എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? നന്ദി. അത് തന്നെയാണ്. അത് അനുരാജ് ചേട്ടനും നരിവേട്ട ടീമും തന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് അത് വന്നതാണ്. പിന്നെ ഈ ജനങ്ങൾക്ക് വേണ്ടി എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ 100% നീതി പുലർത്തണമെന്ന് എനിക്കും തോന്നി. സോ എല്ലാവരും കൂടെ ചെയ്തു. നല്ല രീതിയിൽ അത് വന്നിട്ടുണ്ട്. പോലീസിൻ്റെ അടിയൊക്കെ ശരിക്കും കിട്ടിയോ അവിടെ? അടി കിട്ടി. എനിക്ക് അടി കിട്ടിയതിലും നമുക്കിപ്പോൾ അടി കിട്ടുന്ന സമയത്ത് പെയിൻ ഉണ്ടാകാറുണ്ട്, നല്ല രീതിയിൽ പെയിൻ ഉണ്ടാകാറുണ്ട്. ടോയ് ചേട്ടൻ ചില സിറ്റുവേഷൻസിലൊക്കെ കട്ട് ചെയ്തിട്ട് എന്താ നിങ്ങൾ അതായത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ നമ്മളെ പിക്ക് ചെയ്യുന്നതേ. ചില സീനുകളിലൊക്കെ നമ്മൾ ഭയങ്കര ക്രൂഷ്യലായിട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഡമ്മി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അത് ഒടിഞ്ഞു പോകും. വെയിറ്റ് ഹോൾഡ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒറിജിനൽ വെച്ച് ചെയ്യുന്ന സമയത്തും അവർ ചിലപ്പോൾ നമ്മളെ പൊക്കി വെച്ചുകൊണ്ടിരിക്കുകയും ചിലപ്പോൾ ഡൗട്ട് ചോദിക്കുക, സാർ എങ്ങോട്ടാണ് നോക്കേണ്ടത് അല്ലെങ്കിൽ എന്താ പറയേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഇതിലൊക്കെ ഞാൻ പെയിനിലാണ് നിൽക്കുന്നത്. പക്ഷെ ഞാൻ അത് പോകണം, ആ ഒരു ഇതിലങ്ങനെ പോകണം, ഞാനത് ഉൾക്കൊള്ളുകയായിരുന്നു. അത് ടോയ് ചേട്ടൻ കണ്ടിട്ട് ഇത് കട്ട് ചെയ്യും, നിങ്ങളിങ്ങനെ ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അവനെ പൊക്കി വെച്ചുകൊണ്ടാണ് നിങ്ങളങ്ങനെ ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. കാരണം അത് പിന്നെ ചേരൻ സാർ ഞാൻ ഒരു സീക്വൻസിൽ നിൽക്കുന്ന കണ്ടിട്ട് എന്നോട് വന്നിട്ട് വെള്ളം വല്ലതും വേണോടാ എന്നൊക്കെ ചോദിച്ചു പോയിട്ടുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്, പുള്ളിക്കാരനടക്കം എന്നോട് വെള്ളം വേണമെന്ന് ചോദിച്ചു പോകണമെന്നൊക്കെ ഞാൻ ആലോചിക്കുമ്പോൾ ഇത് ഒറിജിനലായിട്ട് നടന്നവർക്ക് ആ ഒരു സിറ്റുവേഷൻ എനിക്ക് എപ്പോഴും റീകോൾ ആയിക്കൊണ്ടേയിരിക്കും. അവിടെ വെള്ളം കൊടുക്കാൻ അവർക്ക് ആരുമില്ല. അപ്പോൾ ഇന്ന് എനിക്ക് വെള്ളം വേണമെന്നെങ്കിലും ചോദിക്കുന്നുണ്ട്. നാളെ സെറ്റിൽ വരുമ്പോൾ നിനക്ക് ഇന്നലെ അടിച്ച വേദനയുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ഫൈറ്റ് മാസ്റ്റർ എന്നോട് ചോദിക്കും സേഫ്റ്റി പ്രിക്കോഷൻ പോട്ടിട്ട് അടിക്കലാമോ, പാഡ് ഇട്ടിട്ടല്ല അവർ അടി കൊണ്ടത്, ഞാൻ പാഡ് ഇട്ടിട്ടാണ് അടി കൊണ്ടത്. അതുകൊണ്ട് ഇതൊരു വേദന എനിക്ക് വേദനയായിട്ട് തോന്നിയിട്ടില്ല. ബട്ട് അത് കൊള്ളും തോറും എനിക്ക് ഉള്ളിൽ ആ വേദന എനിക്ക് തോന്നും. അവർ ഇത് കൊണ്ടല്ലോ, അത് എന്തുകൊണ്ട് കണ്ടില്ല, അല്ലെങ്കിൽ ഇത്രയും നിലവിളിച്ചിട്ട് എന്തുകൊണ്ട് കേട്ടില്ല എന്ന് എനിക്ക് ഇപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സോ ഭയങ്കര ഇമോഷണലാണ് ഞാൻ ഈ പടത്തോട് എപ്പോഴും. ഇന്ന് സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും അനുരാജ് ചേട്ടനെ കെട്ടിപ്പിടിച്ചപ്പോഴും എനിക്ക് ആക്ച്വലി ചില സീക്വൻസ് ഒക്കെ വന്നപ്പോൾ ഞാൻ ചെന്നൈയിൽ ഇന്നലെ ഞാൻ ആദ്യമായിട്ടാണ് ഫുള്ളായിട്ട് കണ്ടത് ഇന്നലെ പ്രിവ്യൂ ഷോന്. അതിന് മുമ്പ് ഡബ് ഔട്ടും പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഡബ്ബിങ് കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞു. ആര്യച്ചിയുടെ ഒരു സീനൊക്കെ കണ്ടിട്ട് ഞാനത് അനുരാജ് ചേട്ടനോട് പറയുകയും ചെയ്തു, ഞാൻ ഇതുവരെ ഡബ് ഔട്ട് കണ്ടിട്ടൊന്നും ഞാൻ കണ്ണ് നിറഞ്ഞിട്ടില്ല. കാരണം അതിലൊരു സോൾ ഉണ്ടാവില്ലല്ലോ, നമുക്ക് ഇത് വിഷ്വൽസ് മാത്രം വരും, ചില റെഫറൻസ് മ്യൂസിക് ഒക്കെ ആയിരിക്കും. അതൊക്കെ കഴിഞ്ഞ് ഇന്നലെ ആ ഒരു അത്രയും വലിയ നമ്മുടെ അമീർ സാറൊക്കെ ഉണ്ടായിരുന്നു, മീന മാം ഉണ്ടായിരുന്നു, അംബിക മാം ഉണ്ടായിരുന്നു. അവിടെ എല്ലാവരും കണ്ടിട്ട് കണ്ണ് നിറഞ്ഞു പോയി നിൽക്കുന്ന കണ്ടപ്പോൾ, അല്ലെങ്കിൽ അവർ വന്ന് നമ്മളെ ഹഗ് ചെയ്തിട്ട് ഒരു 2 സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന കണ്ടപ്പോൾ ആ മനുഷ്യരുടെ വേദന ഇവരിലേക്ക് എത്തി, അല്ലെങ്കിൽ അവർക്ക് അത് മനസ്സിലായി എന്ന് തന്നെ എനിക്ക് മനസ്സിലായി. സോ ഞാൻ അവിടെയും എൻ്റെ കൈയൊക്കെ ഇങ്ങനെ ഷിവറാകാൻ തുടങ്ങി എനിക്ക് ഓട്ടോമാറ്റിക്കലി. ഞാൻ അഭിനയിച്ച സീൻ തന്നെയാണ്, പക്ഷേ അത് ഞാൻ അഭിനയിച്ച സീനായിട്ടല്ല കാണുന്നത്. ആ കഥയിൽ വന്ന ആ ഒരു പീക്കിൽ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓൾറെഡി കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അത് വീണ്ടും ഇന്നും ഓഡിയൻസിൻ്റെ കൂടെ കാണുമ്പോൾ എനിക്കത് ഡബിളായി. പിന്നെ അത് കഴിഞ്ഞിട്ട് സിനിമയെല്ലാം കഴിഞ്ഞിട്ട് അവരുടെ ഒരു ക്ലാപ്പിൻ്റെ സൗണ്ടും കൂടെ കേട്ടപ്പോൾ എനിക്കത് 100% ഓക്കെ, നമ്മൾ ചെയ്തത് അവരിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസം വന്നു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.